അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. കനത്ത വെയിലിലും കത്തുന്ന ആവേശത്തിലാണ് വോട്ടർമാർ. ഒരു മണി പിന്നിടുമ്പോൾ വന്ന വോട്ടിംഗ് ശതമാനം 49%. അതിപ്പോൾ ഏതാണ്ട് 60% അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് വിവരം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം വോട്ട് രേഖപ്പെടുത്തി. വിവിധയിടങ്ങളിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്. പലയിടങ്ങളിലും കള്ളവോട്ടും കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട്, പയ്യാനയ്ക്കൽ, തൃശൂർ, വടക്കാഞ്ചേരി, കാസർഗോഡ്, പുതിലോട്ട് എന്നിവിടങ്ങളിലാണ് ആരോപണമുയർന്നത്. ഫറോക്കിൽ LDF UDF സംഘർഷമുണ്ടായി. പെരിന്തൽമണ്ണയിൽ BLOമാരുമായി പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അധികാരത്തിലെത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതു വലതു മുന്നണികളുള്ളത്. നിർണായക ശക്തിയാകുമെന്ന് BJP അവകാശപ്പെടുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ബ്യൂറോകളിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ശ്രീജിത്തിലേക്കാണ്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുമ്പോൾ കോട്ടയത്ത് പോളിംഗ് ശക്തമായി പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അവിടെ പാലായിൽ അതിശക്തമായ മത്സരം നടക്കുകയാണ്. പാലായിലും ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, രാവിലെ പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ നീണ്ട ക്യൂ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ചൂട് കണക്കിലെടുത്തുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാമെന്ന് കരുതി എത്തുന്നവരാണ് എന്ന് കരുതി. പക്ഷെ അതല്ല ട്രെൻഡ് എന്ന് പിന്നീടുള്ള മണിക്കൂറുകളിൽ വ്യക്തമായി. ഇപ്പോഴെന്താണ് സാഹചര്യം? കോട്ടയത്തെ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണോ? രേണുക, ഏതായാലും കോട്ടയത്ത് മികച്ച രീതിയിൽ തന്നെ പോളിംഗ് തുടരുന്നു. ഏതാണ്ട് 1:30 വരെയുള്ള കണക്ക് പ്രകാരം 50% പിന്നിട്ടിരിക്കുന്നു. അതിപ്പോൾ ഏതാണ്ട് ഒരു 55% എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയത്തെ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത്. കോട്ടയവും ഏറ്റുമാനൂരും വൈക്കവും ഒക്കെ ആദ്യം തന്നെ 50% പിന്നിട്ടവയാണ്. തൊട്ട് താഴെ തന്നെ മറ്റ് മണ്ഡലങ്ങളും 48%, 49% ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും 2 മണി വരെയുള്ള ഒരു കണക്കനുസരിച്ച്, ഏകദേശ കണക്കനുസരിച്ച് 55% മുകളിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രേണുക, നമ്മൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയത്തെ കുറച്ചുകൂടി വ്യത്യസ്തമായി പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തെ കടക്കമുള്ള കുടിയേറ്റം അല്പം കൂടുതലുള്ള സ്ഥലമാണ് കോട്ടയം. SIR പോലുള്ളവ വന്ന ശേഷം ഒരുപാട് വോട്ടുകൾ വെട്ടി പോയ ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം. പല മണ്ഡലങ്ങളുടെയും ഒരു സാഹചര്യം, പുതിയ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഉച്ചയ്ക്ക് തന്നെ 50% പിന്നിട്ടു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഉള്ളത്. രേണുക നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന സ്ഥലം തന്നെയാണ് പാല. ഇവിടെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രവിത്താനത്ത് സെൻറ്റ് അഗസ്റ്റ്യൻസ് LP സ്കൂളിലാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ സമയത്ത് ഒരല്പം തിരക്ക് കുറവാണ്, കാര്യമായ ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ സ്കൂളിൽ ഏതാണ്ട് 2 ബൂത്തും തൊട്ടടുത്ത് മറ്റൊരു ബൂത്തും ആണ് ഉള്ളത്. അതായത് സാധാരണഗതിയിൽ പതിവ് പോലെ തെരഞ്ഞെടുപ്പിൽ കാണാറുള്ളത് പോലെ തന്നെ ഉച്ചയ്ക്കുള്ള ആ ഒരു തിരക്കിൻ്റെ കുറവ്, അത്രയധികം വലിയ ചൂടാണ്. രാവിലെ ആളുകൾ നേരത്തെ വന്നു പോയി എന്നുള്ളത് സ്വാഭാവികമായി ആ ചൂടിനെ കൂടി പരിഗണിച്ചാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെയും രാവിലെയായിരുന്നു വലിയ തിരക്കുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇനിയും ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വീണ്ടും തിരക്ക് കൂടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. ആളുകൾ ചില സമയങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ ഇടവേളകളിൽ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 3 മണിക്കൊക്കെ ശേഷം കുറച്ചുകൂടി വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതേണ്ടി വരും. എന്തായാലും ഈ പോളിംഗ് ശതമാന കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ ആവേശത്തോടു കൂടി ഉച്ചവരെയുള്ള കണക്ക് നോക്കിയാൽ തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന സൂചന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേതെങ്കിലും ഒരു ഇപ്പോൾ ഈ തീപാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ പാലയിലും പൂഞ്ഞാറിലുമൊക്കെ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലും ഏതാണ്ട് ഒരേപോലെ തന്നെ ആളുകളുടെ തിരക്ക് തുടരുന്നു. ഏതാണ്ട് 50% പിന്നിട്ട് ഏറ്റുമാനൂർ, കോട്ടയം ഒക്കെ ആദ്യം തന്നെ 50% പിന്നിട്ട സ്ഥലങ്ങളായി മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതാണ് ഈ ഉച്ചയ്ക്കുള്ള സാഹചര്യം. ഒരുപക്ഷെ അല്പസമയം കൂടി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ആവേശത്തോടെ എത്തും എന്നതാണ്. ഈ ശതമാനക്കണക്കുകൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച്
ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായതാണ്. അത് തുടരുന്ന നിലയിലാണോ പോളിംഗ് പോകുക എന്നൊക്കെയുള്ളത് ഒരല്പം കൂടി വൈകുന്നേരം വരെയുള്ള കാത്തിരിപ്പിന് ശേഷം മാത്രമേ നമുക്ക് അത്തരം അവലോകനങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.